അപ്പം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മുന്നോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് 11 വർഷത്തിനിപ്പുറം ഞങ്ങളുടെ ഇടവകയിൽ ഒരു ദേവാലയ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അത് പകുതി വഴിയെത്തിയോ ഏത് വഴിയെത്തിയോ എന്നൊന്നും ആർക്കും ഒരു എത്തും പിടിയില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിൽ സംഭവിച്ച ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ അത് പൊതുജനം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വികാരി അദ്ദേഹം എന്നെ ഈ നിർമ്മാണ കമ്മിറ്റിയിലേക്ക് എടുക്കുകയും 1.5 വർഷത്തോളം പല പ്ലാനുകളും അതിനെക്കുറിച്ച് പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഞങ്ങൾ സമയം കണ്ടെത്തി. ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കുചേർന്നവർ മിനിറ്റ്സിലൊക്കെ ഒപ്പിട്ട് ഞങ്ങളൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 5 കോടിയിൽ ഒതുങ്ങുന്ന ഒരു പള്ളി നമുക്ക് മതി. ആർഭാട പള്ളി വേണ്ട, 5 സ്റ്റാർ പള്ളിയല്ല നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ ദേവാലയ ശുശ്രൂഷ നടത്താനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ദേവാലയം മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന് കൊടുക്കുന്നതാണ് ഞാൻ ഈ പള്ളിയുമായിട്ട് കൂടുതൽ അടുക്കുന്നതും. ഇവിടുത്തെ പല കാര്യങ്ങളും വളരെ വിചിത്രമാണല്ലോ. ഇടവക വിശ്വാസികൾ അവരെ മണ്ടന്മാരാക്കിയിട്ട് കുറച്ച് അച്ഛന്മാരും കമ്മിറ്റിക്കാരും ഇങ്ങനെ, ഇതിപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇടവകളിൽ ഈ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കേണ്ട രൂപത അധികാരികൾ അത് വേണ്ട സമയത്ത് ഉചിതമായ ഇടപെടലും തീരുമാനങ്ങളും എടുക്കാത്തതിൻ്റെ പേരിൽ ഓരോ ഇടവകയിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും കൂടെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരിക്കലും ഒരു ഇടവക ദേവാലയ നിർമ്മാണത്തിന് എതിരായിട്ട് നിന്ന ഒരാളല്ല. ഞങ്ങളുടെ ഇടവകയിലെ 601 വീട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് പുതിയൊരു പള്ളി പണിയണം. അപ്പോൾ അത് എത്രത്തോളം ചിലവ് കുറച്ച് പണിയണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇടവക ജനങ്ങൾക്ക് അധികം സാമ്പത്തിക ബാധ്യത നൽകാതെ, ഇപ്പം ഞാൻ പല വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് കാലങ്ങളിൽ പണിത വലിയ ബസിലിക്ക പോലെയുള്ള ഇതൊക്കെ ഒരുപാട് ചിലവേറിയ പള്ളികൾ പണിതിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പണിയുന്ന പള്ളികൾ വളരെ ലളിതമായിട്ട് ഒത്തിരി ചിലവ് വരാത്ത പള്ളികൾ പണിയുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോഴത്തെ ഇടവക വികാരി ജനങ്ങളെ എത്രത്തോളം വിഡ്ഢികളാക്കി എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കാനും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വാങ്ങിയതിന് ശേഷം അന്നുണ്ടായിരുന്ന വികാരി പെട്ടെന്ന് തന്നെ സ്ഥലം മാറിപ്പോവുകയും പകരം വന്നൊരു വികാരി ഫാദർ ബെന്നി ചെറുവത്തു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാർ മാറി പുതിയ കമ്മിറ്റി നിലവിൽ വരികയും അവർ ഈ പള്ളി പണിയുടെ കാര്യത്തിൽ കുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ സ്ഥലം വാങ്ങാൻ താല്പര്യപ്പെട്ട് നിന്ന ആൾക്കാർ പുതിയ സ്ഥലത്ത് തന്നെ പള്ളി പണിയണമെന്നും, അതായത് 18-20 അടി താഴ്ചയിൽ കൊണ്ടുപോയി പള്ളി പണിയണമെന്നും, അത്യാവശ്യം ഇടവകയിൽ എൻജിനീയറിങ്ങും അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അന്ന് പറഞ്ഞു ഇത് വളരെ ചിലവേറിയ ഒരു പരിപാടിയായിരിക്കും, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഇനി താങ്ങാൻ പറ്റിയാലും അത്രയും വലിയൊരു പൈസ കൊണ്ടുപോയി എന്തിനൊരു കുണ്ടിൽ കൊണ്ടുപോയി കളയണത്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ദേവാലയം നിൽക്കുന്നിടത്ത് തന്നെ പണിതാൽ മതിയെന്ന് പലരും പ്ലാൻ വരച്ച് തന്നെ കൊണ്ടുവന്ന് കാണിച്ചുകൂടെ. അപ്പോൾ ഇടവക ജനങ്ങൾ 2 തട്ടിലായി. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം ശരിക്കും. അങ്ങനെ 2 തട്ടിലായി കഴിഞ്ഞപ്പോൾ അന്നത്തെ കമ്മിറ്റിക്കാരും വികാരിച്ചനും ചേർന്നുകൊണ്ട് 2 പ്ലാൻ വരപ്പിച്ചു. ഒന്ന്, ഇപ്പോൾ ദേവാലയം ഇരിക്കുന്നിടത്ത് തന്നെ 2 പുതിയതായിട്ട് മേടിച്ച സ്ഥലത്ത്. അപ്പോൾ ഏകദേശം 2015 അങ്ങനൊരു പ്ലാൻ വരപ്പിക്കുന്നത്. അത് വരച്ചത് ശ്രീ സന്തോഷ് ജോണാണ്, ആർക്കിടെക്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് വരപ്പിച്ച പ്ലാനുകളും ഇപ്പോൾ 11 വർഷത്തിനിപ്പുറം അദ്ദേഹം തന്നെ വീണ്ടും ഞങ്ങളുടെ പള്ളിയിലേക്ക് ഒരു പ്ലാൻ വരച്ച് കൊണ്ടുവന്ന് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ തമാശയാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ
ഞാനത് പറയാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഈ ഇടവജനങ്ങൾ രണ്ട് തട്ടിലാവുമ്പോൾ ഒരു വികാരിയെ കൊണ്ട് അത് ഒരു സമന്വയത്തിലേക്ക് വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ രൂപതാധികാരികൾ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നം അങ്ങനെ മുളച്ച് പൊന്താൻ ഇവിടെ ഇടവരുത്തരുത്. അവർ വേണ്ടതായ ഇടപെടലുകൾ നടത്തി ഇടവജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ ഭവിഷ്യത്തുകളും കൂടെയാണ് ഇപ്പോൾ ഈ ഇടവക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കി തരാം.